ഹലോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാറ് പുതിയതായിട്ട് വാങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഫാം ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഫാം ഹൗസിൻ്റെ പേര് റോയൽ കേരള എന്നാണ്. സെർവർ 3യിലാണ് കേട്ടോ റോയൽ കേരള. ഇപ്പോൾ കാർ എടുക്കണമെങ്കിൽ മുമ്പ് നമുക്ക് പൈസ എടുക്കണം. നമ്മൾ ബാങ്കിൽ പോകണം കേട്ടോ. ബാങ്കിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഫാം ഹൗസിൽ നിന്ന് ഒരു കാറ് എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഫണ്ട് എടുത്ത് വിട്ടണം. നമ്മൾ ഒരു 17 മില്യണോളം ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിക്ക് വരുന്ന ഏകദേശം ഒരു 15 മില്യണാണ് കേട്ടോ. വണ്ടി ഏതാണെന്നൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്, ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള വണ്ടിയാണ്. അതുമാതിരി തന്നെ എനിക്ക് വേറൊരു വണ്ടി കൂടി ഇഷ്ടമാണ്. അതുകൂടി ഭാവിയിൽ എന്തായാലും എടുക്കും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും എടുക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വണ്ടി എടുത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ഫാം വണ്ടി അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഫാം വണ്ടി ചിലപ്പോൾ സ്കാമായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വണ്ടി എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മൾ കംഫർട്ട് കാർ മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞാൻ ഇതുമാതിരി തന്നെ ഒരു ആഗ്രഹിച്ച വണ്ടിയായിരുന്നു കേട്ടോ, റേഞ്ച് റോവർ നമ്മൾ എടുത്തിട്ടിപ്പോൾ കുറച്ചായിട്ടാണ്. അതിൽ തന്നെയായിരുന്നു കൂടുതലും കറക്കം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു സുപ്രയാണ് കേട്ടോ. സുപ്ര എനിക്ക് മറ്റേ കാസിനോന്ന് റോൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കേട്ടോ. പിന്നെയുള്ള ഒരു സൈക്കിളാണ്. ആകെ ഇത്ര വണ്ടി എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ വണ്ടികൾ കൂടുതൽ വാങ്ങിക്കണം എന്നവരുണ്ട്. അതിനുള്ള ഫണ്ടുകളൊക്കെ സെറ്റാക്കിയിട്ട് വരണം. നമ്മൾ കംഫർട്ട് മാർക്കറ്റിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് വണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ 15 മില്യൻ്റെ വണ്ടിയാണ് കേട്ടോ നമ്മൾ വാങ്ങാൻ പോണത്. ഞാൻ ആദ്യമായിട്ട് ഇത്ര കൂടുതൽ ബഡ്ജറ്റുള്ള ഒരു വണ്ടി വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ടൊയോട്ട ലാൻഡ് ഇതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് കേട്ടോ. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങി. 15 മില്യൺ ആണ് അതിന് വരുന്നത് കേട്ടോ. നമ്മുടെ ഈ റേഞ്ച് റോവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് ഭയങ്കര കുറവാട്ടോ. കാരണം എത്ര ഒരു 10-20 പ്രാവശ്യം അടിച്ചാലേ നമുക്ക് ഇതുള്ളൂ. നമ്മൾ ചെന്നപ്പോൾ അവിടെ പാർക്കിങ്ങിൽ 2 വണ്ടി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വഴി ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ ഈ ഗെയിമിൽ കുറേ ആൾക്കാരുണ്ട് ഇതേമാതിരി. ഈ പാർക്കിങ്ങിലൊക്കെ ഭയങ്കര ശല്യമാണ്. അവർ വന്നിട്ട് വഴിയിൽ വന്നിട്ട് വണ്ടി പാർക്കിട്ടിട്ട് പോകും. അത് പിന്നെ നമുക്ക് വണ്ടി എടുത്ത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാം കേട്ടോ. വണ്ടി ഒന്ന് കണ്ടു നോക്കിയാൽ ഞാനത് ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫോട്ടോയിലല്ല, ഓടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല. നല്ല കൺട്രോളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അതാണ് കേട്ടോ നമ്മുടെ വണ്ടി. നമുക്ക് നേരെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. TSSക്ക് പോവാം.
നമ്മൾ TSS എത്തിയില്ല. നമ്മൾ ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ എൻജിൻ പവർ കൂട്ടി ഓരോന്ന് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഒരു ലെവലിൽ ഞാൻ കൂട്ടാനുള്ള പരിപാടി കേട്ടോ ഈ വണ്ടിക്ക്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൈൽ നോക്കട്ടെ. സ്റ്റൈല് ഞാൻ റെഡാണ് ആദ്യം ഉദ്ദേശിച്ചത്. റെഡ് കളറ് കണ്ടിട്ട് നമുക്ക് വലിയ എയിമില്ല കേട്ടോ. നമുക്കിത് ഈ അടിഭാഗം മാത്രമായിട്ടുള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, മേലത്തെ ഭാഗമില്ല. അതുമാതിരി നമുക്ക് ഡിസൈനും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഉദ്ദേശിച്ച ഡിസൈൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഇതിന് ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ. ബ്ലൂ ഷെയ്ഡ് ഒന്നുകൂടി കാണാൻ ലുക്കുണ്ട്. ഞാൻ ബ്ലൂ ഷെയ്ഡ് കൊടുത്തേക്കാം. ഡിസ്ക് പിന്നെ ചേഞ്ച് ചെയ്യാം അല്ലേ, പിന്നെ ചേഞ്ച് ചെയ്യാം. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു ഫണ്ട് തികയില്ല. 17 മില്യൺ അടുത്ത് മറ്റേ എൻജിനും സംഭവമൊക്കെ മാറ്റിയപ്പോൾ പിന്നെ ബാലൻസ് 6 ലക്ഷത്തിന് സംതിങ് ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഞാൻ ടയർ വിത്ത് കൂട്ടാം, ഫസ്റ്റ് സെറ്റാക്കാൻ പോകട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് വണ്ടി കാണാൻ ലുക്കുണ്ട് അല്ലേ. അപ്പോൾ ബ്ലൂ കൊടുക്കുമ്പോൾ നല്ല ലുക്കുണ്ട്. അപ്പോൾ നമുക്ക് അടിയിലുള്ള ലൈറ്റ് കൊടുക്കട്ടെ. അതും ഞാനൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. വണ്ടി ബ്ലൂ കളറായതുകൊണ്ട് അതും ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് എടുക്കട്ടെ. നമുക്ക് ഇത് ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ വണ്ടിയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വണ്ടി കുട്ടവനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ. വണ്ടി എടുത്ത് നോക്കി നോക്കാം. നമ്മുടെ വണ്ടി സെലക്ട് ചെയ്ത് കിടക്കുന്നു. നമ്മുടെ മുതൽ നമ്മൾ ഇതിന് നമ്പർ എടുത്തിട്ടില്ല കേട്ടോ. നമ്പർ എടുക്കണം. എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗെയിം നെയിം ഹീറോ എന്നാണ് കേട്ടോ, ഹീറോ JJ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള H എന്ന് പറഞ്ഞിട്ടുള്ള സ്പെല്ലിങ് ഫസ്റ്റ് വരുന്ന രീതിയിൽ നമ്പർ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ Yയും Tയും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും കൂടി സെലക്ട് ചെയ്യാൻ പരമാവധി നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഈ വണ്ടി ഞാൻ വാങ്ങിയത്. ഞാനിത് പലതവണ അവിടുന്ന് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഡാമേജ് കുറച്ചൊക്കെ ഡാമേജ് ഉണ്ട് കേട്ടോ. ഡാമേജ് ഇല്ല എന്നും പറയാൻ പറ്റില്ല, ഡാമേജ് ഉണ്ട്. പക്ഷേ ഈ വണ്ടി ലുക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് കൂട്ടുകാരെ ഞാൻ ഈ വണ്ടി എടുത്തിട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇനി അതിന് നമ്പർ സെറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഒരു വണ്ടി കൂടി എടുക്കുന്നുണ്ട്. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല കൂട്ടുകാരെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.